സുഹൃത്തുക്കളെ, ഇറാൻ പ്രസിഡന്റ് ഈ ഇബ്രാഹിം റൈസിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഇവരാണ് ഇസ്രായേലിനെ വെല്ലുവിളിക്കാൻ നിൽക്കുന്നത്, അമേരിക്കയെ വെല്ലുവിളിക്കാൻ നിൽക്കുന്നത്. 1971 കാലഘട്ടത്തിലൊക്കെയുള്ള ഒരു ഹെലികോപ്റ്റർ കൊണ്ടു നടക്കുക. അതിന് സ്പെയർ പാർട്സ് പോലും നാട്ടിൽ അവൈലബിൾ അല്ല. സ്പെയർ പാർട്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കിട്ടണം. ഇവർക്ക് സ്വന്തമായിട്ട് ടെക്നോളജി വളർത്തുന്നതിലൊന്നും യാതൊരു താല്പര്യമില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം കുറെ കാലമായിട്ട് ഇറാനിലെ പരിപാടി, പോലീസിന്റെയും സാങ്കേതിക വിദഗ്ധരുടെയൊക്കെ പരിപാടി, പെൺകുട്ടികൾ തട്ടിട്ടത് എങ്ങോട്ടാണ്, ശരിക്കാണോ, ശരിയല്ലേ, ഒരു കുട്ടിയുടെ ശിരോവസ്ത്രം കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി എന്ന് പറഞ്ഞിട്ട് യാത്ര ചെയ്യുന്നതിനിടയില്ല 22 വയസ്സുള്ള പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ രാജ്യമാണ് ഇറാൻ. സ്ത്രീകൾ ഫുട്ബോൾ കാണാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ സൗദിയൊക്കെ പുരോഗമനത്തിന്റെ പാതയിലേക്ക് പോവുക, നവോത്ഥാനത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുക. ആ സമയത്ത് സ്ത്രീകൾ ഫുട്ബോൾ മത്സരം കാണാൻ വേണ്ടി വന്നപ്പോൾ അവരെ കണ്ണിലേക്ക് കുരുമുളക് സ്പ്രേ അടിക്കുക, ലോകത്ത് മുഴുവൻ അശാന്തി വിതയ്ക്കുക. ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ, സാങ്കേതിക മേഖലയിൽ വേറെ ഒരു വളർച്ചയില്ല. സാങ്കേതിക വളർച്ച എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയും ആണവായുധം ഉണ്ടാക്കണം, എന്നിട്ട് ലോകത്തുള്ള ബാക്കിയുള്ള മനുഷ്യരെല്ലാം കൊല്ലണം. ഇതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന 63 വയസ്സേ ഉള്ളൂ. ഇബ്രാഹിം റൈസി ഇപ്പൊ സഞ്ചരിച്ചിട്ടുള്ള അയാളുടെ കൂടെയുള്ള 7 പേരും കൂടി സഞ്ചരിച്ച ഈ ബെൽ 212 എന്ന് പറയുന്ന ഹെലികോപ്റ്ററിന്റെ ഇതിന്റെ ഈ സെക്യൂരിറ്റി പാളിച്ചകളും മുമ്പ് പലവട്ടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാണ് പല രാജ്യങ്ങളും ഇത് ഉപയോഗിക്കുന്നത് നിർത്തിയിട്ടുള്ള ഒന്നാണ്. 8 മാസം മുമ്പ് ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷന്റെ കണക്കനുസരിച്ച് 8 മാസം മുമ്പ് ഒരു ബെല്ലിൽ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവർ പറഞ്ഞില്ല, പുതിയ ഹെലികോപ്റ്റർ വാങ്ങാൻ അവർക്ക് പറ്റുന്നില്ല, കാരണം ഉപരോധമാണ്, ഒക്കെയാണ്. സ്വന്തമായിട്ട് നിർമ്മിക്കാനുള്ള ഒന്നും ഒരു കുന്തം അവർക്ക് ഇല്ല ഇവരുടെ അടുത്ത്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്യുന്ന ചാനലിൽ സ്റ്റോറിക്കകത്ത് ഞാൻ പറഞ്ഞിരുന്നത്, അത് എയർ ചെയ്തിട്ടില്ല, ഇന്നേ എയർ ചെയ്യുള്ളൂ. ആ സ്റ്റോറിക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കാലാകാലങ്ങളായിട്ട് ഫൈറ്റർ എയർക്രാഫ്റ്റ്സുകൾ ബാക്കിയുള്ള ആംസും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത് റഷ്യയാണ്. പക്ഷെ റഷ്യയുടെ ആയുധം കൊണ്ട് റഷ്യക്ക് തന്നെ ഉപകാരമില്ല. ഇപ്പോ റഷ്യ 2 ദിവസം കൊണ്ട് യുക്രൈൻ എന്ന് പറയുന്ന കുഞ്ഞു രാജ്യത്തെ പിടിച്ചിറക്കുന്നു പറഞ്ഞിട്ട് അവിടെ കയറി അറ്റാക്ക് ചെയ്തിട്ട് 2 വർഷം കഴിഞ്ഞു, എവിടെ എത്തിയിട്ടില്ല. അതായത് അവരുടെ ആയുധങ്ങൾ കൊണ്ട് അവർക്ക് പോലും ഉപയോഗമില്ലാത്ത ഒരു സാധനം അതിന് അവർക്ക് ആയുധ വിപണിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ? ആരെങ്കിലും മേടിക്കോ? വെറുതെ കിട്ടിയാൽ മേടിക്കോ? സൂര്യൻ പിടിച്ച് അവിടെ കിടക്കുന്നല്ലാതെ. ഇറാൻ ഇവരെ സാധനം കൊണ്ട് അത്രയും കാലം നടന്നിരുന്നത്. അതുകൊണ്ടാണല്ലോ ഇറാൻ ഇസ്രായേല് ഡമാസ്കസിലൊക്കെ ആക്രമിച്ച് ഇവരുടെ ഏറ്റവും വലിയ ഇവരുടെ ആർമിയുടെ ജനറലിനെ കൊന്നു കഴിഞ്ഞപ്പോഴും, അതേപോലെ തന്നെ ജോർദാനിലെ എംബസിയിൽ കയറിയിട്ട് ഇവരുടെ ഈ പ്രധാനപ്പെട്ട ആളുകളെ കൊല്ലുകയും ചെയ്തപ്പോൾ ഇസ്രായേല് ആക്രമിച്ച് വ്യോമാക്രമണത്തിലൂടെ കൊന്നു കഴിഞ്ഞപ്പോൾ പ്രത്യാക്രമണം എന്ന രീതിയിൽ ഇസ്രായേലിലേക്ക് ഇവർ വിട്ട ഡ്രോണുകൾ, മിസൈലുകൾ, ബാക്കിയുള്ള റോക്കറ്റുകളൊക്കെ, ഷെല്ലുകളൊക്കെ ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല. ഒക്കെ ആകാശത്ത് വെച്ച് തന്നെ തീർത്തു കളഞ്ഞു ഇസ്രായേല്. പ്രതിരോധ സംവിധാനം അത്രയും മികച്ചതാ. ഇവർക്ക് എയിം ചെയ്ത സ്ഥലത്തേക്ക് സാധനം എത്തിക്കാൻ പോലും പറ്റിയിട്ടില്ല. വെറുതെ വിടുന്ന നമ്മള് തൃശ്ശൂർ പൂരത്തിന് പടക്കം പൊട്ടിക്കുന്ന മാതിരി കുറെ എണ്ണം ഇങ്ങനെ വിട്ടു. അത് ആകാശത്ത് പോയിട്ട് മറ്റൊരു തട്ടി ഇങ്ങോട്ടന്നെ വിട്ടു, കത്തിച്ചു കളഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ലല്ലോ. തിരിച്ച് പിന്നീട് ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേൽ ഇവരുടെ എവിടേക്കാണോ ലക്ഷ്യസ്ഥാനം അവിടെ കൃത്യമായിട്ട് ആക്രമിച്ചു. ഇവരുടെ സൈനിക കേന്ദ്രങ്ങൾ വരെ ആക്രമിച്ചു. സ്വയം പ്രതിരോധിക്കാനുള്ള ശേഷി പോലും ഇല്ലാത്ത ഇറാനാണ് ലോകത്തെ മുഴുവൻ ഞെട്ടിക്കാൻ നടക്കുന്നത്. ഇസ്രായേൽ ഇവരുടെ നമ്പർ 1 ശത്രു, സൗദി ഇവരുടെ നമ്പർ 1 ശത്രു, ബഹ്റൈൻ ഇവരുടെ ശത്രു, UAE ഇവരുടെ ശത്രു. യമനിലെ ഹൂതികൾക്ക് ആയുധവും ഇതൊക്കെ കൊടുത്തിട്ട് അബുദാബിയെയും സൗദി അറേബ്യയും ആക്രമിക്കുക. ഏതിനെ? ജൂതന്മാരെ പ്രതിരോധിക്കാനേ. സുന്നി മുസ്ലിങ്ങളെ വംശഹത്യക്ക് ഇരയാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലാണ് ആയത്തുള്ള ഖൊമേനി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈജിപ്തിൽ കയറി കളിക്കാൻ കുറെ നോക്കി. ഈജിപ്തും ബഹ്റൈനും സൗദി അറേബ്യയും ഇവരൊക്കെ ഇവർക്കെതിരാണ്. നമ്മൾ ഇവിടുത്തെ സുഡാപ്പികൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവർ ഇറാൻ കീജയ്, ആയത്തുള്ള ഖൊമേനി കീജയ് എന്ന് പറഞ്ഞു നിൽക്കുക. പറ്റിയ ഇവർ സിറിയയിൽ ആട് വയ്ക്കാൻ പോയവർ അങ്ങോട്ട് പോകുമായിരുന്നു ഇറാനെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹമാസിനെ സഹായിക്കാൻ വേണ്ടി. ഹമാസിനെയും ഹിസ്ബുള്ളയൊക്കെ പാലൂട്ടി വളർത്തി തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ചെറുപ്പക്കാരെ ആകർഷരാക്കി. PLO പോലെയുള്ള യാസർ അറാഫത്ത് തുടങ്ങിയ ഒരു പ്രസ്ഥാനത്തെ വരെ തകർത്ത് അവിടെ ഹമാസിന് ഇടം മേടിച്ചു കൊടുത്തത് ഇറാനാണ്. ഇറാന്റെ ഇത് ഈ 2023 സെപ്റ്റംബറിൽ ഈ 212 ബെൽ എന്ന് പറയുന്ന ഒരു ഹെലികോപ്റ്റർ UAE തീരത്ത് തകർന്നു വീണിരുന്നു. അതിനാർക്കും ഒന്നും പറ്റിയിട്ടില്ല. എന്നാൽ 2018 ഉണ്ടായിട്ടുള്ള ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 4 പേര് ഇത് ഒരു ഹെലികോപ്റ്റർ അക്രമത്തിൽ അപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ളതാണ്. ബെൽ 212 ഹെലികോപ്റ്റർ എന്ന് പറയുമ്പോൾ വിയറ്റ്നാം യുദ്ധകാലത്ത് വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്. അതിന്റെ ഒരു സിവിലിയൻ പതിപ്പാണ്. ഏകദേശം 15 പേർക്ക് വരെ ഇതിൽ യാത്ര ചെയ്യാൻ പറ്റും.
ഇത് പിന്നെ പ്രൈവറ്റ് ഹെലികോപ്റ്ററായിട്ട് ആളുകൾ കാനഡയിലും അമേരിക്കയിലും ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ തന്നെ ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷെ അതിന്റെ പതിപ്പുകൾ മാറിയിട്ടുണ്ട്, അതിന്റെ പുതിയ വേർഷൻസ് വന്നിട്ടുണ്ട്. ഇതിന്റെ സ്പെയർ പാർട്സ് പോലും ഇപ്പൊ കിട്ടാനില്ല. ഇപ്പൊ ഇവർ ഉപയോഗിക്കുന്ന ഈ മോഡലിന്റെ സ്പെയർ പാർട്സ് പോലും കിട്ടാനില്ല. അതാണ് രസം. എന്നിട്ടാണ് ഇതും കൊണ്ട് നടക്കുന്നത്. സ്വന്തമായിട്ട് സാധനം ഉണ്ടാക്കിയെടുക്കാനൊന്നും ഇവർക്ക് പിന്നെ ഒരു കഴിവുമില്ലാത്തവരാണെന്നിട്ട് ബാക്കിയുള്ളവരെ മുഴുവൻ ചൊറിയാൻ നടക്കുന്നത്. ഇതിന്റെ പിന്നിൽ മൊസാദ് ആണെന്നുള്ള ആരോപണം ഉയർന്നു വരുന്നുണ്ട്. ആവാനൊക്കെ സാധ്യതയുണ്ട്. മൊസാദും അമേരിക്കയും ഒക്കെ CIA ഒക്കെ മറ്റു രാജ്യങ്ങൾക്കുള്ളിൽ ചെന്നിട്ട് ഇപ്പോ ഒസാമ ബിൻ ലാദനെ തീർത്തത് എങ്ങനെയാ? പാകിസ്ഥാന് പോലും അറിയില്ലായിരുന്നു ഇയാൾ എവിടെയാണെന്നുള്ളത്. പാകിസ്ഥാനിൽ എവിടെയാണ് ഇയാൾ താമസിക്കുന്നത് എന്നുള്ളത് CIA ലൊക്കേറ്റ് ചെയ്തിട്ട് അമേരിക്കൻ സൈന്യം കയറിയിട്ട് അടിക്കൽ ഓപ്പറേഷന്റെ സർജിക്കൽ സ്ട്രൈക്കിൽ തീർത്തു കളഞ്ഞു. സുലൈമാൻ ബാഗ്ദാദിയെ സിറിയയിൽ വെച്ചിട്ടാണ് തീർത്തത്. സഞ്ചരിക്കുന്ന കാറിലേക്ക് പിന്നെ സാധനം വിട്ടത്. ചിലരെയൊക്കെ വീടുകൾ വളഞ്ഞിട്ട് ഒളിഞ്ഞിരിക്കുന്ന വീടുകൾ വളഞ്ഞിട്ടാണ് പിടിച്ചിട്ടുള്ളത് മറ്റ് രാജ്യങ്ങൾക്കകത്തുനിന്ന്. മൊസാദിനയിൽ നിന്ന് ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടന എന്ന് പറയുന്നത് മൊസാദാണ്. അതിനുശേഷമേ ഉള്ളൂ അമേരിക്കയുടെ CIA, നമ്മുടെ റോയൊക്കെ വരുന്നുള്ളൂ. അതൊക്കെ 3-4 സ്ഥാനത്തൊക്കെ വരുന്നത്. നമ്പർ 1 എന്ന് പറയുന്നത് ഒരു കുഞ്ഞു രാജ്യമാണെങ്കിൽ ഇസ്രായേലിന്റെ മൊസാദാണ്. മൊസാദിനെയാണ് ലോകത്തെ വിവിധ പിന്നെ രാജ്യങ്ങളുടെ ഇന്റലിജൻസ് ഏജൻസികൾ പല ഘട്ടങ്ങളിലും യുദ്ധതന്ത്രപരമായ ആവശ്യത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആരെയും അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്ത് കളയരുത്. ഇറാന് കുറെ വലുപ്പമുണ്ട്, ഇറാനിലെ ആയത്തുള്ള കൊമേനിക്ക് വലിയ താടിയുണ്ട്, തലപ്പാവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബുദ്ധിയും കൂടി വേണം. കുരുട്ടുബുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ സാമാന്യ ബുദ്ധി നഷ്ടപ്പെട്ടു പോകും. മറ്റൊന്ന്, ഇദ്ദേഹത്തിന്റെ രാജ്യത്തിനകത്തും പുറത്തും ഭയങ്കരമായിട്ട് എതിർപ്പുള്ളതാണ്. പുറത്ത് ഇപ്പൊ ബാക്കിയുള്ള രാജ്യങ്ങൾ സൗദി അറേബ്യ, പിന്നെ അമേരിക്ക, UAE, ബഹ്റിൻ, ഈജിപ്ത്, ഇസ്രായേൽ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളെല്ലാം പിന്നെ ഈ റൈസിയെ തീർക്കാൻ വേണ്ടിയിട്ട് കണക്കൂട്ടിരിക്കുകയായിരുന്നു. തീർക്കണം വലിയ ആവശ്യമൊന്നുമില്ല, കാരണം അയാൾക്ക് നാട്ടിൽ തന്നെ ഭയങ്കര എതിർപ്പുണ്ട്. നോബൽ സമ്മാനം കിട്ടിയ ഒരു സ്ത്രീ ഇപ്പോഴും പിന്നെ ജയിലിൽ കഴിയുക അവിടെ കളുത്തുറുങ്കില്. അവരാരെയും കൊല്ലാൻ പോയിട്ടില്ല, അവരാരെയും അടിക്കാൻ പോയിട്ടില്ല, അവരെവിടെയും കല്ലെറിയാൻ പോയിട്ടില്ല. മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നിന്നു എന്നുള്ളതും ഈ കിരാതമായ ഭരണത്തിനെതിരെ പ്രതികരിച്ചു എന്നുള്ളതുമാണ് അവരുടെ മേലെയുള്ള കുറ്റം. അവർക്കാണ് നോബൽ സമ്മാനം കിട്ടിയത്. 22 വയസ്സുള്ള പെൺകുട്ടിയാണ് ശിരോവസ്ത്രം അങ്ങോട്ടൊന്ന് മാറിക്കിടന്നു എന്ന് പറഞ്ഞിട്ട് യാത്ര ചെയ്തപ്പോൾ തല്ലിച്ചതച്ചത്, കൊന്നു കളഞ്ഞത്. അതിൽ പ്രതിഷേധിച്ച 100 കണക്കിന് ചെറുപ്പക്കാരെ കൊന്നു, കുറെ എണ്ണത്തിന് ജയിലിൽ കൊണ്ടിട്ടു. അതുകൊണ്ട് ഇപ്പോ ഇറാനിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസികൾ കൊടുക്കുന്നത് പലയിടത്തും പല പ്രദേശങ്ങളിലും ആഹ്ലാദ പ്രകടനമാണ് നടക്കുന്ന. ഔദ്യോഗികമായിട്ട് ദുഃഖാചരണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആയത്തുള്ള ഖൊമൈനി കഴിഞ്ഞാൽ അയാളുടെ പിൻഗാമിയായി പരമോന്നത ആത്മീയ നേതാവായിട്ട് വരാൻ സാധ്യതയുണ്ടായിരുന്ന ആളാണ് ഇബ്രാഹിം റൈസി. ഇദ്ദേഹം കുതികാൽ വെട്ടലിലൂടെയും കൊലകളിലൂടെയും ഒക്കെ കുപ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ്. ഒരുപാട് പേരെ കൊന്നൊടുക്കിയ ഒരു മനുഷ്യനാണ്. സ്വന്തം നാട്ടിലെ ജനങ്ങളെ അറിയോ? ഇയാള് അസർബൈജാനിലെ മറ്റേ ഡാം ഉദ്ഘാടനം ചെയ്യാൻ പോയത് നന്നായി നിന്റെ അഭിപ്രായം. തീർന്നല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോ ഇതിന് പകരം വരുന്നതിനേക്കാൾ ചിലപ്പോൾ ക്രൂരനായിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇത്രയേ ഉള്ളൂ ജീവിതം എന്നുള്ളത് തിരിച്ചറിയണം. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരു ചെറിയ ജീവിതമാണ് ദൈവം തന്നൊരു ചെറിയ ജീവിതം. ദൈവവിശ്വാസികളാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും നമ്മൾ ചെറിയ ജീവിതം. ആ ജീവിതത്തിനിടയിൽ മറ്റുള്ളവരെ കൊല്ലാനും മറ്റുള്ളവരെ ആക്രമിക്കാനും ഒക്കെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഉപകാരമൊന്നും ചെയ്തിട്ടെങ്കിലും ഉപദ്രവങ്ങളും ചെയ്യാതിരിക്കണ്ടേ? തട്ടിപ്പും വെട്ടിപ്പും നടത്തുക, കൊള്ളയും കൊള്ളിവെപ്പ് നടത്തുക, ബലാത്സംഗം ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഏറ്റവും വലിയ ഇതിന്റെ എല്ലാം നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ് ഇബ്രാഹിം റൈസി. അവിടെ സ്ത്രീകളാണ് ഇയാളുടെ ഏറ്റവും വലിയ ഇരകൾ. യാതൊരുവിധ മനുഷ്യത്വ പരിഗണനയില്ല. ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഫണ്ട് കൊടുത്തിട്ട് പിന്നെ അവരെ കൊണ്ട് ലോകത്താകെ പശ്ചിമേഷ്യയിലാകെ അശാന്തി പിന്നെ വിത്തുപാകുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഫലം അനുഭവിച്ചതാരാ? ഈ ഹമാസിനെ കൊണ്ട് ഈ തോന്നിവാസം കാണിച്ച് ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിന്റെ ഉള്ളിൽ കയറിയിട്ട് രാവിലെ നടക്കാനിറങ്ങുന്നവരെയും പണിക്ക് പോണവരെയും മറ്റു രാജ്യക്കാരായ ആൾക്കാരെയും ഒക്കെ ആക്രമിക്കുകയും കൊല്ലുകയും തട്ടിക്കൊണ്ടുപോവുകയും ബന്ദികളാക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് 35,000-ൽ പരം പലസ്തീനികളാണ് ഈ 7 മാസത്തിനകം മരിച്ചു വീണത്. ആലോചിക്കണം നിങ്ങൾ. അതിന് നിരപരാധികളുണ്ട്, സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. കാരണം ഇവര് ആശുപത്രികളെ വരെ അവരുടെ ഈ ഹമാസിന്റെ ഈ ക്രിമിനലുകൾക്ക് ഒളിത്താവളമാക്കി മാറ്റി. ഇസ്രായേൽ സ്വാഭാവികമായിട്ട് അവിടെ ആക്രമിച്ചപ്പോൾ ഈ സ്ത്രീകളും കുഞ്ഞുങ്ങളും വരെ മരിക്കുക. ഇതിന് ഉത്തരവാദി ആരാ? ഇതിന് ഉത്തരവാദി ഇറാനാണ്. ഹമാസാണെന്ന് പറഞ്ഞാൽ ഹമാസിന്റെ പിന്നിൽ നിൽക്കുന്നത് ഇറാനാണ്. ലെബനൻ എന്ന് പറയുന്നത് മര്യാദയ്ക്ക് എല്ലാവരും എല്ലാ മതക്കാരും കൂടി ജീവിച്ചുകൊണ്ടിരുന്ന രാജ്യമാണ്. ആ രാജ്യത്താണ് ഹിസ്ബുള്ള എന്ന് പറയുന്ന സാധനത്തിനെ കൊണ്ടുണ്ടാക്കിയത്. മ്യാൻമാറിൽ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കുന്ന സമയത്ത് അവർക്കിടയിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയെടുത്തതുപോലെ. എന്തായിരുന്നാലും ചത്തു. എന്നാലും അയാളെ ബോഡി എന്തായാലും ഒസാമ ബിൻ ലാദന്റെ മാതിരിയൊന്നല്ല, അന്ത്യകർമ്മങ്ങളൊക്കെ നടത്താൻ വേണ്ടി കിട്ടിയിട്ടുണ്ട്. ഒസാമ ബിൻ ലാദന്റെ പിന്നെ കടലിൽ സ്രാവിന് തിന്നാൻ ഇട്ട് കൊടുക്കുകയായിരുന്നത്. ഈ 212 ബെല്ലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിലെ റെസ്ക്യൂ ഓപ്പറേഷനുകൾക്കും ഇത് നന്നായിട്ട് ഉപയോഗിക്കുന്നതാണ്.
മോശം കാലാവസ്ഥയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നല്ല. കാലാവസ്ഥയുടെ ലെവൽ 1-ൽ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ലെവൽ 1 എന്ന് പറഞ്ഞാൽ ചെറിയ മഴയും ഇടിമിന്നലും ഒക്കെ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാം. അതേസമയം മഞ്ഞ്, കനത്ത മഴ, അതേപോലെ തന്നെ ശക്തമായ കാറ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ സാധനം ഉപയോഗിക്കാൻ പറ്റില്ല. ഒട്ടും സേഫ് അല്ല. ലെവൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാലാവസ്ഥയുടെ ലെവലാണ്. ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണ്. അത്രയും പ്രശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ലെവൽ 2-ലേക്ക് പോലും പോകാൻ പറ്റില്ല. ലെവൽ 5 വരെയാണ് ഇതിന്റെ ഗ്രേഡ് നിൽക്കുന്നത്. മാത്രമല്ല ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 439 കിലോമീറ്റർ അല്ല 190 കിലോമീറ്റർ ആണ് മണിക്കൂറിലെ അതിന്റെ വേഗത. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 439 കിലോമീറ്റർ. അടുത്തത് ഇതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു, ഞാനത് നോക്കാം. ഇദ്ദേഹം പ്രസിഡന്റ് ആണെങ്കിലും അദ്ദേഹത്തിന് ഒട്ടും ജനപ്രീതിയില്ല ഇറാനിൽ. ഇദ്ദേഹത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഇടയിലുണ്ട്. ഇറാനിൽ റെയ്സിന്റെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആർക്കും സങ്കടമൊന്നുമില്ല. ഔദ്യോഗികമായിട്ട് ദുഃഖാചരണമൊക്കെ ഉണ്ടെന്നുള്ളൂ. പല പ്രദേശങ്ങളിലും സന്തോഷ പ്രകടനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോ ആയത്തുള്ള കൊമേനിയും മിലിറ്ററിയെ വെച്ചിട്ട് ഇവരെല്ലാം അടിച്ചു നോക്കുമെന്നുള്ളത് അറിയില്ല. ഇനിയും പ്രതികാരത്തിന്റെ ഭാഗമായിട്ട് പക്ഷെ ചിലപ്പോൾ ആണെങ്കിൽ തിരിച്ചറിവുണ്ടാവും. ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ ചെയ്തതിന്റെ ഫലമാണ്, ദൈവം തന്ന ശിക്ഷയാണെന്നൊക്കെയുള്ള തിരിച്ചറിവ് ആയത്തുള്ള കൊമേനിക്ക് ഉണ്ടായാൽ അയാൾക്ക് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ അല്ല ഇസ്രായേലോ സൗദി അറേബ്യയോ UAE ഒക്കെ കൂടെ കൂടിയിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ട് കയറിയിട്ട് അടിക്കും, നിരങ്ങും. കൊമേനി ഉണ്ടാവില്ല, കൊമേനിയുടെ കുന്തും ഉണ്ടാവില്ല, ഒരു കുന്തും ഉണ്ടാവില്ല. ഈ കൊമേനി എപ്പോഴും ഫത്വ പുറപ്പെടുവിക്കുന്നതിലും മറ്റുള്ളവർക്ക് മരണ വാറണ്ട് പുറപ്പെടുവിക്കുന്നതിലൊക്കെ വലിയ വിദഗ്ധനാണ്. തലയ്ക്ക് ഇനാം പ്രഖ്യാപിക്കുന്നതിൽ ഒരു ഇനാമും പ്രഖ്യാപിക്കാതെ അല്ലേ അയാളുടെ വലങ്കയായിരുന്ന, അയാളുടെ പിൻഗാമിയാവാൻ കാത്തിരുന്ന, അടുത്ത ആത്മീയ നേതാവാൻ കാത്തിരുന്ന ഇബ്രാഹിം റൈസിൽ പോയത്. 63 വയസ്സേ ഉള്ളൂ. ഈ കേസ് ഒരു കാലത്തും തെളിയിക്കപ്പെടാൻ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞങ്ങളെ ചെയ്തതെന്ന് പറഞ്ഞാൽ മൊസാദ് അങ്ങനെ വന്നാലേ ഉള്ളൂ. ഞാനിപ്പോഴും സംശയിക്കുന്നു, ബലമായി സംശയിക്കുന്നു ഇതിന്റെ പിന്നിൽ മൊസാദ് ഉണ്ടായിരിക്കുമെന്ന്. കേവലം ഒരു അപകടമരണമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു പ്രസിഡന്റ് പോകുന്ന യാത്രാ സംഘത്തിൽ 3 ഹെലികോപ്റ്റർ ഉണ്ട്. അതിൽ ബാക്കി 2 ഹെലികോപ്റ്ററും സുരക്ഷിതമായിട്ട് തിരിച്ചെത്തി. ഇയാളും വിദേശകാര്യ വകുപ്പ് മന്ത്രിയും ആയത്തുള്ള കൊമേനിയുടെ വലങ്കയായിട്ട് അറിയപ്പെടുന്ന വേറെ ഒരുത്തനും, ഈ 3 ഏറ്റവും പ്രധാനപ്പെട്ട നല്ല ആളുകൾ സഞ്ചരിച്ചിരുന്ന ആ ഹെലികോപ്റ്റർ മാത്രം ഈ കാലാവസ്ഥയിൽ പെട്ട് അപകടത്തിൽപ്പെടുന്നു. അതങ്ങനെ യാദൃശികമായി സംഭവിച്ച ഒന്നാണെന്നൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മൊസാദ് തീർത്തതാവാനാണ് സാധ്യത, അല്ലെങ്കിൽ ഈജിപ്തിന്റെ ഭാഗത്തു നിന്നുള്ള പരിപാടിയാവും. എന്തായിരുന്നാലും സംഭവം ഇറാനിലെ അടിച്ചമർത്തപ്പെടുന്ന ജനതയെ സംബന്ധിച്ചിടത്തോളം, കാരാഗ്രഹത്തിൽ കഴിയുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവിക്കുന്ന യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പൈസയെല്ലാം ബാക്കിയുള്ള തീവ്രവാദ പ്രവർത്തനത്തിന് വിനിയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് പട്ടിണിയിൽ കഴിയുന്ന ദരിദ്രരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസകരമായ വാർത്തയാണ്, അവർക്ക് സന്തോഷകരമായ വാർത്തയാണ്. ഇന്ന് അവർക്ക് ദൈവം നൽകിയ ഒരു വിജയദിനമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്.